ഹലോ, എന്താല്ലേ നമ്മുടെ റോഡ് ഒരു മഴ പെയ്യുമ്പോഴേക്കും റോഡ് ടാറൊക്കെ കുത്തി ഒലിച്ചു പോകാൻ തുടങ്ങി. നല്ല കുണ്ടും കുഴിയാകാൻ തുടങ്ങി. പഴയ റോഡിനെക്കാട്ടി മോശമാകാൻ തുടങ്ങി പുതിയ ടാർ പണി ഇട്ടത്. ഭയങ്കര മോശം. അതുകൊണ്ട് നമുക്ക് ഈ റോഡ് പണിക്കാരിനെ നമ്മൾ കുറ്റം പറയാനൊന്നും പാടില്ല. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് ഈ റോഡ് പണി കോൺട്രാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ജോലി കിട്ടുന്നത്. ഇവർക്ക് അതായത് കുറേ പേര് കൊട്ടേഷൻ കൊടുക്കും. അതിലെ റേറ്റ് ആരാണോ ഓക്കെ അവർക്കാണ് ഈ ജോലി കിട്ടുന്നത്. അപ്പോൾ ഇവർ ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു കഴിഞ്ഞ ശേഷം ഇവർക്ക് ആ ജോലി കിട്ടും. അപ്പോൾ ഇവർക്ക് ആ പൈസ കൊടുത്ത പൈസ ഇവർക്ക് മുതലാക്കണം. അപ്പോൾ ഇവരിനെ റോഡ് പണിയെടുക്കുന്നവർക്കും കൂലി കൊടുക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ഈ മെറ്റീരിയൽ മായം ചെയ്യും. അതായത് മെറ്റലിടേണ്ട അവിടെ കുറച്ചിടും, ടാറിൻ്റെ അവിടെ കുറച്ചിടും, എല്ലാം കുറച്ചിടും. അപ്പോൾ ഈ റോഡ് ഇവർ പെർഫെക്ഷനായി ചെയ്യണം പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങാതിരിക്കണം. അപ്പോൾ നമ്മുടെ റോഡ് സെറ്റാവും. കാരണം ഇവരും യാത്ര ചെയ്യുന്ന സ്ഥലമാണെന്ന് ഇവർ ആലോചിക്കണം. റോഡ് ഇവരത് ചിന്തിക്കില്ല. എല്ലാത്തിലും മായം. കൈക്കൂലി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും. അല്ല, എല്ലാവരും പറയുന്നില്ല, കുറച്ച് ആളുകൾ കൈക്കൂലി വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഈ റോഡ് പണിക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ പരമാവധി അവരുടെ ലെവലിൽ ചെയ്യാൻ നോക്കുമ്പോൾ ഈ കൈക്കൂലി കൊടുക്കുകയല്ലേ. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇവർക്ക് കുറയും. അപ്പോൾ ഇവരുടെ പ്രോഫിറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവർ മെറ്റീരിയൽ മായം ചെയ്യും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.